ഇന്നു മുതൽ പുതിയ യാത്രകളുമായി ഞങ്ങൾ കളം നിറയുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനകളും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ ആലപ്പുഴ ബോട്ടിങ്ങിനാണ് പോകുന്നത്. കുഞ്ഞുങ്ങൾക്കൊക്കെ യാത്രകൾ പോകാൻ ഒരുപാട് ഇഷ്ടമാണ്. ജോമിക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഈ കാണുന്ന ആളാണ് ഞങ്ങളുടെ ജോമി കുട്ടി. അപ്പൊ അവർക്ക് പുറത്തോട്ടിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകാൻ ഭയങ്കര ഇഷ്ടം. പക്ഷെ രാവിലെ തന്നെ ഇറങ്ങിയത് കൊണ്ടായിരിക്കണം. പക്ഷെ അങ്ങനെ രാവിലെ ഇവിടെ ബ്ലോക്ക് ഒന്നും വരാൻ ചാൻസ് ഇല്ല. പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഇന്ന് നല്ല ബ്ലോക്കാ. ഒരു 10-20 മിനിറ്റ് എടുത്തു ഈ ബ്ലോക്കിൽ നിന്നൊന്ന് കഷ്ടിച്ച് രക്ഷപ്പെടാൻ. എന്ത് പറ്റിയെന്ന് അറിയില്ല. കാര്യം ഇവിടെ അങ്ങനെ ബ്ലോക്കോ കാര്യങ്ങളൊന്നും വരാത്ത ഒരു സ്ഥലമാണ്. കാര്യം സ്ട്രെയിറ്റ് റോഡാ. കാര്യം എന്തെങ്കിലും ആക്സിഡന്റോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ മാത്രമേ ബ്ലോക്ക് കാണത്തുള്ളൂ. ഇന്നൊരു ചെറിയ ആക്സിഡന്റ് പറ്റി, എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പോ എന്തായാലും നല്ലതാവട്ടെ എല്ലാം. അപ്പോൾ യാത്രകൾ ഞങ്ങൾ ഇങ്ങനെ തുടങ്ങുകയാണ്. അപ്പം എല്ലാവർക്കും വിശപ്പടിച്ചിട്ടുണ്ട്. അപ്പം ചെറുതായിട്ടൊന്ന് ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി. ചങ്ങനാശ്ശേരിയിലാണ് ഇത് സ്ഥലം. അപ്പൊ എല്ലാവർക്കും വിശപ്പ് കാരണം ജോമിയും ജോസിയൊക്കെ കണ്ണൊക്കെ വാടിയിരിക്കും. അപ്പൊ ചെറുതായിട്ട് ഫുഡും കഴിച്ച് ഞങ്ങളുടെ യാത്രകൾ തുടരുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫുഡും കഴിച്ചോട്ട് ആലപ്പുഴ ബോട്ട് ഹൗസിൽ 10 മണിക്ക് മുമ്പായിട്ട് ചെന്ന് റിപ്പോർട്ട് ചെയ്യണം. കാര്യം 11 മണിയാകുമ്പോൾ ബോട്ട് പുറപ്പെടുന്നതാണ്. അതിനു മുമ്പ് തന്നെ ചെക്കൗട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് ക്ലിയർ ആയിട്ട് വേണം അവർക്ക് യാത്ര പോകാൻ. രാവിലത്തെ ബ്ലോക്ക് കാരണം ഞങ്ങൾ കുറച്ച് താമസിച്ചു. എങ്കിലും നമ്മുടെ ചങ്ങനാശ്ശേരി ആലപ്പുഴയ്ക്കുള്ള റോഡ് നല്ലതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എത്താൻ പറ്റുമെന്ന് തോന്നുന്നു. കാര്യം ഇപ്പൊ ചങ്ങനാശ്ശേരി ആലപ്പുഴയായിട്ടുള്ള റോഡ് ഇപ്പൊ അതിമനോഹരമായിട്ട് പണിതിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ ബ്ലോക്കോ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ ആലപ്പുഴ ബോട്ട് ഹൗസിൽ എത്താമെന്ന് വിചാരിക്കുന്നു. ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡ് അതിമനോഹരമാണ്. ചങ്ങനാശ്ശേരി ആലപ്പുഴ വരെ എത്താൻ ഏകദേശം ഒരു 43 കിലോമീറ്ററോളം ഉണ്ട്. അതുപോലെ തന്നെ ഈ 43 കിലോമീറ്റർ ഓടിപ്പോകുന്നത് നമ്മൾ അറിയത്തേയില്ല. കാരണം ഈ റോഡിന്റെ 2 വശങ്ങളിലുമുള്ള കാഴ്ചകളും കണ്ടുപോകാൻ വളരെ മനോഹരം. അപ്പോൾ ഞങ്ങള് ബോട്ട് ഹൗസിൽ എത്തിയിട്ടുണ്ട്. അപ്പം ബോട്ടിനുള്ളിൽ കയറി ടിക്കറ്റ് ഒക്കെ എടുത്തു, ക്യാഷ് ഒക്കെ അടച്ചു. അപ്പോ ഇതിന്റെ ചാർജ് വരുന്നത്, ഇത് കേരള സർക്കാരിന്റെ വേഗ 2 എന്ന് പറയുന്ന ബോട്ടാണ്. ഇതില് നോൺ എ സിയും ഉണ്ട്, എ സിയും ഉണ്ട്. നോൺ എ സിക്ക് 400 രൂപയും എ സിക്ക് 600 രൂപയുമാണ് ഇതിന്റെ ചാർജ്. ഓഗസ്റ്റ് മാസം 17-ാം തീയതി ആലപ്പുഴയിലെ ചെറു തുറമുഖത്തിന്റെ ഹൃദയഭാഗത്ത് ഒഴുകുന്ന ഈ ആരംഭിക്കപ്പെട്ട ഏകദേശം 5ഓളം മിനിറ്റ് നമ്മൾ പിന്നിട്ട് കഴിയുമ്പോൾ നമ്മുടെ ഈ നിലപാട് എത്തിച്ചേരുന്നത് ചരിത്രം. എത്ര മനോഹരമായിട്ടാണ് ഈ യാത്രയെ കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇന്ന് ഈ യാത്ര എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്, എത്ര കിലോമീറ്റർ ആണ് ഈ യാത്ര, ഈ യാത്രയുടെ ഈ ബോട്ട് പോകുന്നതിന്റെ ഇരുകരകളിൽ നിന്നുള്ള ഏതൊക്കെ സ്ഥലങ്ങൾ, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നു. രാവിലെ 11 മണിക്ക് തുടങ്ങി വൈകിട്ട് 4 വരെ നീളുന്ന ഒരു 5 മണിക്കൂറോളം നീളുന്ന ഒരു യാത്രയാണിത്. ജോമിയക്കുട്ടി ബോട്ടിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയാണ്. ജനമാർഗമായി മാറുകയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യങ്ങളുണ്ട്. ഓരോ വർഷവും ഓഗസ്റ്റ് മാസം 2ാം ശനിയാഴ്ച ഈ കെട്ടുവള്ളങ്ങളുടെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എന്ത് മനോഹരമാണല്ലേ ഈ വള്ളങ്ങളൊക്കെ. അതിനകത്ത് ഒരു ചെറിയ വീട് പോലെ 1 നിലയും 2 നിലയും ഒക്കെ കെട്ടി, പിന്നെ എ സിയും ബാത്റൂമും ബാത്ത് അറ്റാച്ച്ഡ്. എന്ത് മനോഹരമാണ് ഈ വള്ളങ്ങളൊക്കെ. പക്ഷെ കുറച്ച് കൂടുതലാണ് ഇതിനകത്തുള്ള ക്യാഷൊക്കെ. കാര്യം ഇതിന്റെ റെന്റൊക്കെ ഇച്ചിരി കൂടുതലാണ്. എങ്കിലും അതിമനോഹരമാണ് ഈ യാത്രകളൊക്കെ. 300-ന് മുകളിൽ ഹൗസ് ബോട്ടുകളുണ്ട് ആലപ്പുഴയുടെ തീരങ്ങളിൽ. ആ 300ഓളം ഹൗസ് ബോട്ടുകളും വളരെ മനോഹരമാണ്. എന്ത് മനോഹരമാണ് ഈ ഹൗസ് ബോട്ടുകളൊക്കെ ഈ തീരങ്ങളിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് കാണും. അതിനകത്ത് താമസിക്കുവാനും അതിമനോഹരം. അതിന്റെ സ്റ്റാഫും അതിനകത്ത് വെച്ചുണ്ടാക്കി തരുന്ന ഫുഡും കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇതിനകത്ത് യാത്ര ചെയ്യുമ്പോൾ അവർ തന്നെ ഈ പുഴയിൽ നിന്ന് മീൻ പിടിച്ച് ലൈവായിട്ട് നമുക്ക് കുക്ക് ചെയ്ത് തരും. അതിന്റെ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരം ഒരു ടേസ്റ്റാണ്. അതിമനോഹരമാണ് ഈ ആലപ്പുഴയുടെ സൗന്ദര്യവും. ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ആ ട്രാക്കിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ആലപ്പുഴയുടെ ഏറ്റവും പ്രശസ്തമായ ഒരു
ഗെയിമാണ് ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി. ഒരുപാട് ആൾക്കാർ വിദേശത്തു നിന്നും ഇന്ത്യയിൽ നിന്നും ഇങ്ങോളമുള്ള പല രാജ്യങ്ങളിൽ നിന്നും വിദേശികളും എല്ലാം വന്ന് കാണുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഗെയിമാണ് ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി. ഞാനും ഒരുപാട് പ്രാവശ്യം വന്ന് അത് കണ്ടിട്ടുണ്ട്. വളരെ മനോഹരമാണ് ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി. 2 കോടിയോളം രൂപ വില വരുന്ന ഒരു വലിയൊരു ബോട്ടിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇതിന് അതിൻ്റെതായിട്ടുള്ള ഒരു മൂല്യമുണ്ട്. അപ്പോ എല്ലാവർക്കും ബോട്ടിന്റെ മുൻവശത്തോട്ട് ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ട്. ഒരു 15 പേര് അടങ്ങുന്ന ചെറിയ ഗ്രൂപ്പുകളായിട്ടാണ് അവർ മുന്നോട്ട് വിടുന്നത്. കാര്യം ഇവിടം കുറച്ച് അപകടം പിടിച്ച സ്ഥലമാണ്. കാര്യം 3 സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ റെയിൽ മാത്രമേ ഇതിനകത്തുള്ള. കുഞ്ഞുങ്ങളെല്ലാവരെയും നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. കൈവിട്ട് പോകാൻ അവരൊരിക്കലും ഇടവരുത്തരുത്. കാര്യം അവർക്കും ഇതിനകത്തുള്ള സ്റ്റാഫിനും അതിന് പ്രശ്നമാണ്. അതുകൊണ്ട് എല്ലാവരും കരുതലോടെ വേണം മുന്നോട്ടിറങ്ങാൻ. 15 പേര് അടങ്ങുന്ന ഒരു 10 മിനിറ്റോളം വരുന്ന ഒരു ഫ്രണ്ടിൽ നിന്ന് അവർക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ നമുക്ക് എടുക്കാം. കാര്യം ഇവിടെ നിന്ന് യാത്ര ചെയ്യാൻ ഇവിടെ നിന്ന് നമുക്ക് പുറത്തോട്ട് നോക്കുമ്പോൾ വളരെ മനോഹരമാണ്. നമ്മൾ ഏതൊരു വിമാനത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് യാത്ര ചെയ്യുന്നത് പോലെയുണ്ട്. 4 സൈഡും ചുറ്റും വെള്ളത്താൽ മനോഹരമായ ആ സ്ഥലം. എന്ത് മനോഹരമാണ് ഇവിടെ നിന്ന് നമുക്ക് നോക്കാൻ. അതുപോലെ തന്നെ ഇതിനകത്ത് 7 പേരടങ്ങുന്ന ഒരു സ്റ്റാഫ് ഉണ്ട്. ഇതിന്റെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും പിന്നെ നമ്മളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി 2-3 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പും, അങ്ങനെ ഏകദേശം ഒരു 6-7 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഇതിന്റെ ഫുള്ള് ചുമതല. അവര് ഒരു രീതിയിൽ നമ്മളെ ബോറടിപ്പിക്കാത്ത വിധം വളരെ മനോഹരമായിട്ടാണ് ഈ യാത്ര മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 5-5.5 മണിക്കൂറോളം നീളുന്ന യാത്ര ആയതുകൊണ്ട് പലരും ഉറക്കത്തിലേക്ക് വരുതി വീണേക്കാം. പക്ഷെ അതിനൊന്നും വകവരുത്താത്ത വിധം നമ്മളെ പാട്ടും എന്റർടൈൻമെന്റും പാട്ടുപാടിയും നമ്മൾ ഡാൻസ് കളിപ്പിച്ചും അവർ ഈ യാത്ര ഒരിക്കലും ബോറടിപ്പിക്കാത്ത വിധമാണ് നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സമയം പോകുന്നത് നമ്മൾ അറിയത്തേ ഇല്ല. വൈകിട്ട് 4 മണിയാകുന്നത് നമ്മൾ ബോട്ടിനകത്തോട്ട് കയറിയെന്നേ തോന്നത്തും. കയറി ഒരു 1 മണിക്കൂർ ആയെന്നേ തോന്നത്തുള്ളൂ. പക്ഷെ പെട്ടെന്നാണ് സമയം ഓടിപ്പോകുന്നത്. അപ്പൊ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ മനോഹരമായിട്ടാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് കുടുംബശ്രീക്കാരുടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. അവരാണ് നമുക്ക് ഉച്ചക്കത്തെ മീൽസും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുടുംബശ്രീക്കാരുടെ സ്നാക്സും ടീയും കോഫിയും എല്ലാം ഉണ്ട്. എല്ലാം വളരെ വില കുറവാണ്. കാര്യം അതിനകത്ത് അവർ കുടുംബശ്രീക്കാർ ഒരുപാട് വില പുറത്തുള്ളത് പോലെ ഒരുപാട് വിലയൊന്നും മേടിച്ചിട്ടല്ല സാധനം കൊടുക്കുന്നത്. വളരെ എല്ലാവർക്കും ഒരു രീതിയിൽ അഫോർഡബിൾ റേറ്റ് ആണ് ഇതിനകത്തുള്ള. മീൽസിന് വന്നിട്ട് എനിക്ക് തോന്നുന്നു 100 രൂപയാണെന്ന് തോന്നുന്നു. അത് അത്യാവശ്യം വെജ് ഫിഷ് മീൽസാണ്. അതിനകത്ത് തന്നെ നമുക്ക് സെപ്പറേറ്റ് കരിമീനോ അങ്ങനത്തെ എന്തെങ്കിലും സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഇപ്പോൾ ക്യാഷ് കൊടുത്ത് അത് മേടിച്ച് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ ആഹാരമെല്ലാം നല്ല രുചികരമായിട്ടാണ് അവർ ആഹാരമെല്ലാം വെച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ ക്യാപ്റ്റൻ ബോട്ട് മുന്നോട്ട് ചലിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പാതിരാമണൽ ഐലൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളെ വേമ്പനാട്ട് കായലും പുന്നമടക്കായലും എല്ലാം കടന്ന് നമ്മളങ്ങനെ പാതിരാമണൽ ഐലൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. 6-7 വർഷം മുമ്പ് ഈ പാതിരാമണൽ ഐലൻഡിൽ ഒരുപാട് കുടുംബങ്ങൾ ജീവിച്ചു പാർത്തിരുന്നു. പണ്ട് താമസം ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ വന്നപ്പോൾ അവർക്ക് ചെറുതായിട്ട് വെള്ളത്തിലിറങ്ങുവാനും പിന്നെ ഇവിടുത്തെ ചിപ്പിയും മറ്റതെല്ലാം പറക്കി കളിക്കുവാനും അവർക്ക് വളരെ സന്തോഷമായി തോന്നുന്നു. ഇവിടെ വന്നത് എല്ലാവരും ചിപ്പി ജോഗിയും ജോസിയൊക്കെ കണ്ടോ, എന്തോ തപ്പുവാ. സംഭവം എന്നറിയോ, ചിപ്പിയാ ഇവിടെ കിടക്കുന്ന ചിപ്പികളെ മുത്തുകളെ പാരുവാ അവര്. ഇവിടെ ജോസിയെക്കുട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ജോസി എന്ത് കണ്ടു കഴിഞ്ഞാലും തപ്പി നടക്കും. എന്തെങ്കിലും തറയിൽ കിടപ്പുണ്ടോ നോക്കിയിട്ട്
അപ്പോ ശരണ്യാണ് നമ്മുടെ വീഡിയോഗ്രാഫർ കേട്ടോ. വീഡിയോ എടുക്കുന്ന ആള് ശരണ്യാണ് കേട്ടോ. അരമണിക്കൂറുണ്ടെന്ന് ഒന്നും കഴിയത്തില്ല. പിള്ളേർ കളിച്ചു കഴിഞ്ഞാൽ കാട്ടിനകത്തൂടെ പോണ എടുത്തു. ഞങ്ങൾ കാട്ടിനകത്തൂടെ പോവുക. ബാക്കി വരുന്നത് വലിയ ഭൂതം, ഫ്രണ്ടിൽ പോകുന്നത് കുഞ്ഞു ഭൂതം. അതിനെക്കാട്ടി കുഞ്ഞു ഭൂതം. ഇവിടെ ഫുള്ളും കാടാണ് ഗൈസ്. കാട് കാട് കൊടും കാട്. അതൊക്കെ എല്ലാം കള്ളുടിയന്മാര് കാണും. എന്നിട്ട് വെള്ളമൊക്കെ ഉണ്ടാ കൊരങ്ങ വെള്ളം അച്ഛേ ശ്വാസിക്കുന്നുണ്ട്. അച്ഛേ പോ വീടില് നിക്കറാ കണ്ട് സൂപ്പർ കുളിക്കറ കേട്ടാ. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ചെറുതായിട്ട് കളിക്കുവാനൊക്കെ ആയിട്ട് ചെറിയ റൈഡുകളുണ്ട്. 1, 2, 3 റൈഡുകളേ ഉള്ളൂ. കാര്യം ഇവിടെ വരുന്ന കുഞ്ഞുങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ സർക്കാർ തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നതാണ് ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു റൈഡുകൾ. അതിൽ വലിയവർക്ക് കളിക്കാൻ പറ്റത്തില്ല, കാര്യം കുഞ്ഞു കുഞ്ഞു റൈഡുകളൊക്കെ ഉണ്ട്, അവർക്ക് കളിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഇവിടെ ഒരു ട്രീ ഹൗസ് ഉണ്ട്. അതിന്റെ മുകളിൽ കയറി നിന്ന് നമുക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാം. അതിന്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ദൂരോട്ടുള്ള കാഴ്ചകളൊക്കെ വ്യക്തമായിട്ട് കാണാം. ജോസി ഇത് കണ്ടുടനെ ചാടി കയറി മേളിൽ ചെന്നിട്ട് അങ്ങോട്ട് മേളിലോട്ട് കയറാൻ പറ്റുന്നില്ല. പിന്നെ ഞാനൂടി കയറിയിട്ട് തള്ളി മേളി. പിന്നെ എന്തോ പറയാ, മേളി കയറി പെട്ടു. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മേളി കയറിയിട്ട് താവട്ടിറങ്ങാൻ പറ്റുന്നില്ല. അവസാനം ഒരു ചേട്ടൻ വന്ന് ഹെൽപ്പ് ചെയ്തിട്ടാ ജോസിക്കുട്ടിയെ താവട്ടിറക്കി കേട്ടോ. അങ്ങനെ ആഹാരം കഴിക്കാനുള്ള സമയമായി. നല്ല ഊണാണ് കേട്ടോ എല്ലാവർക്കും വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു മീൽസിന് 100 രൂപയാണ്. സെപ്പറേറ്റ് എന്തെങ്കിലും മീനോ കരിമീനോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെങ്കിൽ സെപ്പറേറ്റ് എനിക്ക് 150 രൂപ 120 അങ്ങനെയാണെന്ന് തോന്നുന്നു കരിമീൻ ഫ്രൈക്ക്. അപ്പം അതുകൂടി നമുക്ക് മേടിക്കാം. അത് കരിമീൻ ഫ്രൈ തന്നെ വേണ്ട. ഇതിന്റെ കൂടെ തന്നെ ചെറിയ മീൻ ചെറിയ കഷ്ണം മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് തന്നെ വളരെ നല്ല ടേസ്റ്റാണ്. ഈ കുടുംബശ്രീയിലെ ചേച്ചിമാരൊക്കെ വളരെ നല്ല രീതിയിലാണ് ആഹാരങ്ങളൊക്കെ നമുക്ക് സെർവ് ചെയ്ത് തരുന്നത്. അതിന്റെ രുചിയും കാര്യങ്ങളും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അതുപോലെ തന്നെ നല്ലതാണ്. ഈ കായലിന്റെ ഇരുകരകളിലും ഒരുപാട് ആഡംബര വീടുകളുണ്ട്. അത് ചിലത് വീടുകളായിരിക്കാം, ചിലത് ഹോട്ടൽസുകളായിരിക്കാം, ചിലതൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകാർക്ക് വന്ന് താമസിക്കാനുള്ള വലിയ വലിയ ബംഗ്ലാവുകളായിരിക്കും. അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ കാണും. കാര്യം ഇത്രയും വലിയ കൊട്ടാരങ്ങൾ പോലത്തെ വീടുകളൊക്കെ സംരക്ഷിക്കാൻ നല്ല കാശ് വേണമല്ലോ. അതുപോലെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ഇവിടുത്തെ സ്റ്റാഫിനും എല്ലാം കൊടുക്കാനും കാശ് വേണമല്ലോ. ഈ വരുന്ന ടൂറിസ്റ്റിന്റെ മേടിച്ചിട്ട് വേണമല്ലോ ഇതൊക്കെ കൊടുക്കാൻ. അപ്പോൾ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണും. പക്ഷേ ഈ കരകളിൽ ഇങ്ങനെ താമസിക്കാൻ അത് അതിമനോഹരമാണ്. അവരുടെ അകക്കണ്ണിലും ഒപ്പം അവരുടെ ക്യാമറയിലും ഒപ്പിയെടുത്ത് സായാഹ്നമാകുമ്പോൾ ഈ ഹോട്ടൽ സമുച്ചയങ്ങളുടെ ഉദ്യാനങ്ങൾ അവർ വന്നിരിക്കും. ഉദ്യാനങ്ങളെ ശ്രദ്ധിക്കണം. പച്ച വിരിച്ചിട്ട് മനോഹരമായി ഒരുക്കി വെച്ചിരിക്കുന്നു അല്ലെ. ആ ഉദ്യാനങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമായിട്ട് വന്നിരിക്കുമ്പോൾ ഇനി എല്ലാവരും മെല്ലെ നമ്മുടെ ജനവാസത്തിന്റെ വലത് ഭാഗത്തേക്ക് ശ്രദ്ധിച്ചേ. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇനി നമ്മുടെ മനസ്സിലേക്ക് ഒരു സായം സന്ധ്യയും കൊണ്ടുവരണം. അതൊരു വൈകുന്നേരമാകുമ്പോൾ ഈ കായലിന്റെ മറുകരയിൽ ഇവിടെ വരുന്ന ഈ പാശ്ചാത്യർക്ക് ആദിത്യം മരളിക്കൊണ്ട് ആ അസ്തമയ സൂര്യന്റെ നേർക്കാഴ്ച കായലിന്റെ മറുകരയിൽ അവർക്ക് കാണാൻ സാധിക്കും. ഒപ്പം ഏകദേശം 6 മണിക്ക് ശേഷം ഇവിടുത്തെ ജലഗതാഗതമൊക്കെ പൂർണ്ണമായിട്ടും അങ്ങ് നിരോധിക്കും. അതിനുശേഷം അതുപോലെ തന്നെ ഇതിനുള്ളിൽ വരുന്ന യാത്രക്കാർക്ക് എന്തെങ്കിലും കലാപരമായ കഴിവുകളുണ്ടെങ്കിൽ, ഡാൻസോ പാട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതവിടെ പ്രകടിപ്പിക്കുവാനുള്ള അവസരം ഇവിടുത്തെ സ്റ്റാഫ് ഒരുക്കി തരുന്നതാണ്. കടലിൽ നിന്നൊരു വെള്ളവുമായി മഴയിൽ മാനനതു വന്നോ. കടലിൽ നിന്നൊരു വെള്ളവുമായി മഴയിൽ മാനനതു വന്നോ. ഇതാണ് നമ്മുടെ വേഗ 2 ബോട്ടിന്റെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും.
വൈസ് ക്യാപ്റ്റനാണ് നമ്മുടെ അവിടെ നിൽക്കുന്ന ആള് കേട്ടോ. ആ പുള്ളിക്കാരൻ നല്ല പാട്ടുകാരനാണ് കേട്ടോ. അടിപൊളി ഒരുപാട് പാട്ട്, രണ്ട് മൂന്ന് പാട്ട് നമുക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. വളരെ നല്ലവണ്ണമാണ് പാട്ട്. സമയം 3 മണി കഴിഞ്ഞിരിക്കുകയാണ്. യാത്ര അങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതിനു മുമ്പായിട്ട് പാട്ടും സിനിമാ പാട്ടൊക്കെ ഇട്ട് എല്ലാവരും ഡാൻസ് കളിക്കുകയാണ്. എല്ലാവരുടെ മുഖം കണ്ടാൽ അറിയാം എല്ലാവർക്കും ഈ യാത്ര ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. കാര്യം അതുകൊണ്ടാണ് അവര് ആരെയും നോക്കാതെ അവർക്ക് ആ എൻജോയ്മെന്റ് ഡാൻസ് കളിക്കാൻ പറ്റുന്നത്. കേട്ടാ ജോസിയും ജോമിയൊക്കെ അവര് കുറച്ചു നേരമൊക്കെ വിട്ടായിരിക്കുമായിരുന്നു പാട്ടൊക്കെ ഇട്ടപ്പോൾ ഡാൻസ് കളിക്കുന്നില്ല. ഇപ്പൊ അവർക്കും പിടിച്ചാൽ കിട്ടുന്നില്ല. അവരും കളിക്കുക, എല്ലാവരും ഭയങ്കര സന്തോഷം. എല്ലാവർക്കും നല്ല എനർജിയാ. ഈ യാത്ര ഒരു പോസിറ്റീവ് മൈൻഡാണ് എല്ലാവർക്കും കിട്ടുന്നത്. ഒരു 10-30 കുടുംബങ്ങളോളം ഈ ബോട്ടിനകത്തുണ്ട്. എല്ലാവർക്കും പരസ്പരം കണ്ട് സംസാരിക്കാനും അവർക്ക് പല ഇടങ്ങളിൽ നിന്ന് വന്ന പല ആൾക്കാരാണ്. ആർക്കും ഒരു പ്രായ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും നല്ലവണ്ണം ഒത്തുകൂടാനുള്ള ഒരു അവസരമാണ് ഈ ആലപ്പുഴ ബോട്ട് ഹൗസ് നമുക്ക് വേണ്ടി ഈ വേഗ2 എന്ന് പറഞ്ഞ ബോട്ടിനുള്ളിൽ യാത്ര ചെയ്ത് നമുക്ക് സംഘടിപ്പിച്ചിരിക്കുന്നത്. വളരെ മനോഹരം. എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. ഈ യാത്ര തീരാറായി എന്നറിഞ്ഞപ്പോൾ ഒരു സങ്കടം. എത്ര പെട്ടെന്നാണ് സമയം ഓടിപ്പോയത്. 5-6 മണിക്കൂർ വളരെ പെട്ടെന്നാണ് ഓടിപ്പോയത്. എല്ലാവരും ഒത്തുകൂടിയ ആ ഒരു സന്തോഷം അതൊരിക്കലും മറക്കാനാവാത്ത നമ്മുടെ ഈ ബോട്ടിനകത്തുള്ള 10-30 കുടുംബങ്ങളടങ്ങിയ ആ ഒരു യാത്ര ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മയായി എന്നെന്നും നിലകൊള്ളും. അതിനെ സഹായിച്ച ആലപ്പുഴ ഈ ബോട്ട് ഹൗസിനും വേഗ2 എന്ന് പറയുന്ന ബോട്ടിൽ അതിന്റെ സ്റ്റാഫിനും കേരള സർക്കാരിനും ഒരുപാട് നന്ദി. ജോമി സ്റ്റെപ്പില്ലേ സ്റ്റെപ്പില്ലേട്ടാ. അങ്ങനെ ആലപ്പുഴ ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് വളരെ മനോഹരമായ ഒരു യാത്ര എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ എറണാകുളം വഴി അങ്കമാലിക്ക് പോവുകയാണ്. നാളെ ഇനി ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പൊ അതിനാണ് ഇന്ന് അങ്കമാലിയിൽ തങ്ങുന്നത്. ഓക്കെ, എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ക്യാമറ കാണുമ്പോൾ ജോമിക്കുട്ടിയുടെ ഓരോ പാവങ്ങളൊക്കെ കണ്ടില്ലേ.